ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്നൊരു വാട്ടർ കളറിങ് ട്യൂട്ടോറിയലാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വാട്ടർ കളർ ട്യൂട്ടോറിയൽ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ആണ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ നന്നായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് തീരാനും കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ HB പെൻസിൽ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നത്. HB പെൻസിൽ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഔട്ട്ലൈൻ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ് ഔട്ട്ലൈൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ ലൈറ്റായിട്ടാണ് ഇടുന്നത്. നമ്മൾ ഒരു ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് നമ്മുടെ പേപ്പറിൽ നമ്മൾ മായ്ക്കുമ്പോൾ അവിടെ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ മാർക്കിങ്ങും മറ്റും ഉണ്ടാവരുത്. അപ്പോൾ അത്രയും ലൈറ്റായിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കളറിങ് ചെയ്യാം കേട്ടോ. ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ക്രിംസൺ റെഡും സ്കാർലറ്റും ലെമൺ യെല്ലോവുമാണ് കേട്ടോ. അപ്പോൾ പാറ്റേൺ നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. റൗണ്ട് ബ്രഷാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. തിക്കായിട്ട് വാട്ടർ കളറിങ് ചെയ്യരുത്. വാട്ടർ കളറിങ് എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി ഒരു എഫക്റ്റിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ലീഫി ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നമ്മൾ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് കളർ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. 2 കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കളറാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കൂടുതൽ ഡാർക്ക് വേണം എന്നുള്ളിടത്ത് ഈ ലൈറ്റ് ഗ്രീനിൻ്റെ കൂടെ എന്താ ചെയ്തിട്ടുള്ളത്, ഡാർക്ക് ബ്ലൂ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഡാർക്കുള്ള വേണം എന്നുള്ള ആ ഭാഗത്ത് മാത്രം. അപ്പോൾ ഏതൊക്കെ കളറാണ് നമ്മൾ ആ ലൈറ്റ് ഗ്രീന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം പലരും വീഡിയോസ് വോയിസ് കൊടുക്കാതെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാൽ മതി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ചിലർ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓനിയന് കളർ ചെയ്യുകയാണ്. അപ്പോൾ ഓനിയൻ്റെ കളർ നമ്മളെങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്, ക്രിംസൺ റെഡും അതേപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും കൂടി പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വയലറ്റ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് റെഡിഷ് എഫക്റ്റ് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്രിംസൺ റെഡ് കുറച്ചധികം
എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് റെഡിൻ്റെ എഫക്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ബ്ലൂ ആണ് അധികം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വയലറ്റിൽ ബ്ലൂവിൻ്റെ ടോണായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റെഡാണ് കൂടുതൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെഡിഷ് ആയിട്ടുള്ള ഒനിയൻ ആയിരിക്കും. അതല്ല ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഡാർക്കിലായിരിക്കും ഒനിയൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് ബ്രഷ് പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പോയിൻറ്റിൽ തന്നെ 0, 1, 2 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. 0 ഒക്കെ ആണെങ്കിൽ പറ്റ ഷാർപ്പായിട്ടുള്ള ബ്രഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ട, അത് നമുക്ക് ജസ്റ്റ് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഭാഗങ്ങളിൽ മാത്രം ആ പോയിൻറ്റ് ബ്രഷ് 0 ഒക്കെ യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ഉണങ്ങിയപ്പോൾ കുറച്ചൊന്ന് കളറ് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മളൊന്ന് കളറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്ത് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗവും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കളറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ് ആക്കിയിട്ട് വേണം മനസ്സിലാക്കിയിട്ട് ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നല്ല വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ? നമ്മൾ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ വാട്ടർ കളർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റുഡൻസ് വാട്ടർ കളറൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിങ് അത് ഉണങ്ങിയതിന് ശേഷം ആ ഒരു വർക്ക് നരച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് വാട്ടർ കളർ ഉപയോഗിച്ച് തന്നെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.